രണ്ടാകൃതി സമവാക്യങ്ങൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കോൺസെപ്റ്റുകളും ജസ്റ്റ് നമ്മൾ പറയണം. എക്സ് സ്ക്വയർ പ്ലസ് 10x ഏത് സംഖ്യ കൂട്ടിയാലാണ് അതൊരു പൂർണ്ണവർഗം കിട്ടുക. അപ്പോൾ ആദ്യം ജസ്റ്റ് എന്ത് പൂർണ്ണവർഗം എന്ന് പറയുക, അതായത് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയും ഇംഗ്ലീഷിൽ. പെർഫെക്റ്റ് സ്ക്വയർ അഥവാ പൂർണ്ണവർഗം. എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ? അഥവാ പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ എന്താ? 1 എന്ന് പറയുന്നത് 1ൻ്റെ സ്ക്വയറാണ്. 4 എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയറാണ്. 9 എന്ന് പറഞ്ഞാൽ 3ൻ്റെ സ്ക്വയറാണ്. അതുപോലെ തന്നെ 16 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 സ്ക്വയറാണ്. 25 എന്ന് പറഞ്ഞാൽ 5ൻ്റെ സ്ക്വയറാണ്. അങ്ങനെ 81 എന്ന് പറഞ്ഞാൽ 9 സ്ക്വയറാണ്. അങ്ങനെയുള്ള വ്യത്യസ്തമായ ഈ നമ്പേഴ്സിനൊക്കെ നമുക്കൊരു എന്തെങ്കിലും ഒരു നമ്പറിൻ്റെ സ്ക്വയറായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് പെർഫെക്റ്റ് സ്ക്വയർ അഥവാ പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് വിളിക്കുക. അപ്പോൾ 1, 4, 9, 16, 25, 36, അതുപോലെ 49, അതുപോലെ 64, അങ്ങനെ 81, 100 ഇതൊക്കെയാണ് എന്ത് പെർഫെക്റ്റ് സ്ക്വയർ. ഇത് കഴിയുന്നില്ല, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ നമ്പേഴ്സിൻ്റെയും സ്ക്വയേഴ്സ് എല്ലാം എന്താണ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സാണ്. ആ പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ പോലെ ഈ ആൾക്കാർ എഴുതണമെങ്കിൽ, ഈ കാണുന്ന എക്സ് സ്ക്വയർ പ്ലസ് 10x എഴുതണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ എന്ത് കൂട്ടണം? ഇറ്റ്സ് വെരി സിമ്പിൾ. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് അറിയാം? എക്സ് സ്ക്വയർ പ്ലസ് ഒരു സംതിങ് എന്തെങ്കിലും ഒരു കെ ഉണ്ട് വിചാരിച്ചോ, കെ എക്സ് ഉണ്ട് വിചാരിച്ചോ. ഇതിൻ്റെ കൂടെ എന്ത് കൂട്ടിയാലാ ചോദിക്കണമെങ്കിൽ നമ്മൾ പറയേണ്ടത് ഈ കെൻ്റെ പകുതി എടുക്കുക, കെൻ്റെ ഹാഫ് എടുക്കുക. കെൻ്റെ ഹാഫ് എന്താ? k/2 എടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുക. ആ കെൻ്റെ നേരെ ഹാഫ് ആക്കുക. എന്നിട്ട് അതിൻ്റെ സ്ക്വയറാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? കൂട്ടേണ്ടത്. ഇവിടെ എന്താണോ സംഖ്യ അതിന് നേരെ ഹാഫ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ എന്ത് ചെയ്യുക? കൂട്ടിയാൽ മതി. അത് പെർഫെക്റ്റ് സ്ക്വയറായി മാറിയിട്ടുണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ 10x ആണ്. 10xൽ 10ൻ്റെ പകുതി എത്ര? 5. 5ൻ്റെ സ്ക്വയർ എന്താ? 25. അപ്പോൾ ഇവിടെ കൂട്ടേണ്ട ആളാരാ? 25 ഓക്കെ. ഇതിൻ്റെ കൂടെ എന്ത് കൂട്ടിയാലാണ് പൂർണ്ണവർഗം കിട്ടുക? അപ്പോൾ ഞാൻ എഴുതുന്നതാ എക്സ് സ്ക്വയർ പ്ലസ് 10x കൂടെ എന്ത് കൂട്ടുമ്പോഴാണ് അത് പൂർണ്ണവർഗം കിട്ടുക? ആ 10നെ നേരെ പകുതി എടുക്കുക, 5. 5ൻ്റെ സ്ക്വയർ എടുക്കുക. എന്താണ് 5ൻ്റെ സ്ക്വയർ എടുത്താൽ എന്താ കിട്ടുക? 25. അപ്പോൾ കൂട്ടേണ്ട ആളാരാ? 25. ഇങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടുന്ന സാധനം എന്തോ ഒരു സാധനത്തിൻ്റെ ഹോൾ സ്ക്വയർ ആയിരിക്കുമല്ലോ. എന്തോ ഒരു സാധനത്തിൻ്റെ ഹോൾ സ്ക്വയറാണ്. ആ ഹോൾ സ്ക്വയറിൽ ഫസ്റ്റ് ഇത് എക്സ് സ്ക്വയർ ആയതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ എക്സ് ആണ്. ഇത് 25 ആയതുകൊണ്ട് ഇത് 5ൻ്റെ സ്ക്വയറാണ്. 25 ആറ് സ്ക്വയർ 5ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ഇവിടെ എന്താണ്? 5. ഇതിൻ്റെ ഇടയിൽ എന്താണ്? പ്ലസ് ആയതുകൊണ്ട് എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ. എന്താണ്? എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ. അതായത് 10 നമ്മൾ പകുതിയാക്കി 5 എടുത്തില്ലേ? 5ൻ്റെ സ്ക്വയറാണ് അവിടെ കൂട്ടുന്നത്. ഈ കാണുന്ന 5 നമ്മളിവിടെ എഴുതി കൊടുക്കുന്ന നമ്പർ. അതായത് ഇതിൻ്റെ പകുതിയാണ് ഇവിടെ എഴുതുന്ന നമ്പർ. അപ്പോൾ എക്സ് സ്ക്വയർ 10x കണ്ടാൽ പ്ലസ് 10x കണ്ടാൽ ആ 10ൻ്റെ നേരെ പകുതി 5. ആ 5ൻ്റെ സ്ക്വയർ 25 കൂട്ടുമ്പോൾ അതെന്തായി മാറും? എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയറായിട്ട് മാറും. ഇതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 6x കൂടി ഏത് സംഖ്യ കൂട്ടിയാലാണ് പൂർണ്ണവർഗം കിട്ടുക? ഓക്കെ അല്ലേ? നോക്കിയോളൂ. എക്സ് സ്ക്വയർ പ്ലസ് 6x കൂടെ എന്ത് കൂട്ടിയാൽ ഒന്നാലോചിച്ച് പറയും. ആ 6ൻ്റെ പകുതി എത്രയാണ്? 3. 3ൻ്റെ സ്ക്വയർ എന്താ? 9. 3ൻ്റെ സ്ക്വയർ 9. കൂട്ടേണ്ടത് എന്താണ്? 9. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? എന്തിൻ്റെ ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റും? പറ. ഇത് എക്സ് സ്ക്വയർ ആയതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ എക്സ് അല്ലേ? ഇവിടെ 9 ആയതുകൊണ്ട് 9ൻ്റെ സ്ക്വയറാണ്, 3ൻ്റെ സ്ക്വയറാണ്. സോ എക്സ് പ്ലസ് 3 മൈനസ് 3. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഈ കാണുന്ന 6xന് മുമ്പിൽ പ്ലസ് 6x ആണ്. അവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ പ്ലസ് ഇടണം. ഇവിടെ മൈനസ് ആണെങ്കിലോ ഇവിടെ മൈനസ് ഇടണം. ഇവിടെ മൈനസ് ആണെങ്കിലും നമ്മളിവിടെ കൂട്ട് തന്നെ ചെയ്യണം. ഇവിടെ മാറ്റമില്ല. ഇവിടെ മൈനസ് ആണെങ്കിൽ അത് ഇവിടെ ഇടുന്നു മാത്രം. അപ്പോൾ ഇവിടെ എന്ത് ചിഹ്നം വരുന്നുവോ, ഈ കാണുന്നതിനകത്ത് എന്ത് ചിഹ്നം വരുന്നുവോ ആ ചിഹ്നമാണ് ഇവിടെ ഇട്ട് കൊടുക്കുക. ഇവിടെ മൈനസ് ആണെങ്കിൽ മൈനസ് ഇട്ട് കൊടുക്കും. എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ ഇടും. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ഇട്ട് കൊടുക്കും. ഇവിടെ കൂട്ടിനടുത്ത് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? ഇനി അടുത്ത് പറയും എക്സ് സ്ക്വയർ പ്ലസ് 6x അതേപോലെ എക്സ് സ്ക്വയർ പ്ലസ് 8x ആണെങ്കിൽ എങ്ങനെ ഏതാ? എക്സ് സ്ക്വയർ പ്ലസ് 8x കൂടെ എന്ത് കൂട്ടിയാലാണ് അത് പൂർണ്ണവർഗമാവുക? പറ. യെസ്. 8ൻ്റെ പകുതി 4. 4ൻ്റെ സ്ക്വയർ 16. അപ്പോൾ ഇവിടെ ഹാഫ് എടുക്കണം, പിന്നെ എന്തെടുക്കണം? സ്ക്വയർ എടുക്കണം. പകുതിയാക്കണം, സ്ക്വയർ എടുക്കണം. അപ്പോൾ 16. ഇതിനെങ്ങനെ എഴുതാം? എന്തിൻ്റെ ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റും? എക്സ് പ്ലസ് 16 സ്ക്വയറാണ്. യെസ്. 4ൻ്റെ സ്ക്വയറാണ്, 4ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ പ്ലസ് 12x. സ്ക്വയർ പ്ലസ് 12x ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? യെസ്. എക്സ് സ്ക്വയർ പ്ലസ് 12x കൂടെ എന്ത് കൂട്ടിയാൽ 12ൻ്റെ പകുതി 6. 6ൻ്റെ സ്ക്വയർ 36 കൂട്ടിയാൽ ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? എന്തിൻ്റെ ഹോൾ സ്ക്വയറിന് എഴുതാൻ പറ്റും?
എക്സ് പ്ലസ് 6 ഹോൾ സ്ക്വയർ. അടുത്തത് മൈനസ് അണിഞ്ഞ് വരാൻ പോകണമൊക്കെ എന്താണ് മൈനസ് ആയിട്ടാണ് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? എക്സ് സ്ക്വയർ മൈനസ് 4x കൂടെ എന്ത് കൂട്ടിയാൽ? പറയും 4ൻ്റെ പകുതി എത്രയാണ്? 2. 2ൻ്റെ സ്ക്വയർ എന്താ? സോ 4 കൂട്ടേണ്ടത്. കൂട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിന് സംതിങ് ഹോൾ സ്ക്വയർ ആണെന്നാക്കി എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്താ? എക്സ് സ്ക്വയറാണ്, എക്സ് എഴുതി കൊടുക്കുക. 2 ഇവിടെ വരുന്നത്, 2 എഴുതി കൊടുക്കുക. പിന്നെന്താണ്? മൈനസ് ഇടണം. വൈ മൈനസ്, ഇവിടെ എന്താണ്? മൈനസ് ആയതുകൊണ്ട് എക്സ് മൈനസ് 2ൻ്റെ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ? ഇതാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സാധനത്തിൻ്റെ ഒരു പൂർണ്ണവർഗത്തിൻ്റെ പൂർണ്ണസംഖ്യ എന്ന് പറയും. അതായത് എന്താ പറയുക, ഒരു ഇൻറ്റിജറിൻ്റെ സ്ക്വയറായിട്ട് എഴുതാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ഹോൾ സ്ക്വയർ ആക്കി മാറ്റുന്ന രൂപത്തിൽ എഴുതുന്നതാണ് നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എന്ന് പറയും. വർഗം തികച്ചുകൊണ്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ആ മെത്തേഡ് പഠിക്കണമെങ്കിൽ ആദ്യം ഇത് കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എക്സ് സ്ക്വയർ മൈനസ് 18x കൂടെ എന്ത് കൂട്ടിയാൽ എന്തൊട്ട് പൂർണ്ണവർഗം കിട്ടും? 18ൻ്റെ പകുതി ആരാ? 9. 9ൻ്റെ സ്ക്വയർ എന്താ? 81 കൂട്ടിയാൽ ഇതെന്തായി മാറും? സംതിങ് ഹോൾ സ്ക്വയറായി മാറും. ആരാണ് സംതിങ്? ഇവിടെ എക്സ് സ്ക്വയർ ആയതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ എക്സ്, 81 ആയതുകൊണ്ട് അത് 9ൻ്റെ സ്ക്വയർ ആയതുകൊണ്ട് ഇവിടെ 9, ഇടയിൽ മൈനസ് ആണ് ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും വരിക? എക്സ് മൈനസ് 9 ഹോൾ സ്ക്വയർ. കൺഫ്യൂഷൻ. അടുത്തത് എക്സ് സ്ക്വയർ മൈനസ് 16x കൂടെ എന്ത് കൂട്ടിയാലാണ് പൂർണ്ണവർഗം കിട്ടുക? നോക്കിക്കോട്ടോ, എക്സ് സ്ക്വയർ മൈനസ് 16x കൂടെ എന്ത് കൂട്ടിയാൽ പൂർണ്ണവർഗം കിട്ടും? സംതിങ് ഹോൾ സ്ക്വയർ കിട്ടും. 16ൻ്റെ പകുതി എത്രയുടെ? 8. 8ൻ്റെ സ്ക്വയർ എന്താ? 64. അപ്പോൾ അതെന്തായി മാറും? എക്സ് സ്ക്വയറാണ്, 64ആണ്. അപ്പോൾ എക്സ് എഴുതുക, 64 ആറ് സ്ക്വയറാണ്, 8ൻ്റെ സ്ക്വയറാണ് 8 എഴുതുക. ഇടയിൽ മൈനസ് ആണ്, അതുകൊണ്ട് എന്തിട്ട് കൊടുക്കുക? മൈനസ് ഇട്ട് കൊടുക്കുക. എക്സ് മൈനസ് 8 ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ? ഇനിയാണ് നമ്മൾ മെയിൻ ചോദ്യം. ഓക്കെ കേട്ടോ, എന്താണ് പറയുന്നത്? ഒരു ചതുരത്തിൻ്റെ വലിയ വശം ചെറിയ വശത്തേക്കാൾ 4 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അതിൻ്റെ പരപ്പളവ് 96 ചതുരശ്ര സെൻറ്റിമീറ്ററാണ് എങ്കിൽ ചെറിയ വശത്തിന് എക്സ് എന്ന് വിചാരിച്ചിട്ട് ഒരു രണ്ടാകൃതി സമവാക്യം രൂപീകരിക്കുക. സോൾവ് ചെയ്യാനുണ്ട്, അതിവിടെ ക്വസ്റ്റ്യനായിട്ട് തന്നിട്ടില്ല. സോൾവ് ചെയ്യണം. ആ എക്സ് കണ്ടുപിടിക്കും വേണം. വശങ്ങൾ എത്ര എന്നാണ് അടുത്ത ചോദ്യം. ഇത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്താ? വശങ്ങൾ എത്ര, സൈഡ്സ് എത്രയെന്ന് ചോദിക്കും. അതായത് ഒരു ചതുരം എന്ന് പറയുമ്പോൾ, റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ, ഒരു ചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ, ഓക്കെ അല്ലേ? ഇതാണ് ഒരു ചതുരം. ആ ചതുരത്തിൻ്റെ 2 വശങ്ങളുണ്ട്. 4 വശമുണ്ട് ശരിക്ക്. ആ 4 വശത്തിൽ ഒരാൾ നീളമാണെങ്കിൽ മറ്റാൾ നീളം. ഇത് വീതിയാണ്, ഇതും വീതിയാണ്. അപ്പോൾ 2 വീതിയുണ്ട്, 2 നീളമുണ്ട്. ഓക്കെ അല്ലേ? 2 ലെങ്ത്ത്, 2 ബ്രെഡ്ത്ത്. ഇനി വലിയ വശം ചെറിയ വശത്തേക്കാൾ 4 സെൻറ്റിമീറ്റർ കൂടുതലാണ്. എന്നുവെച്ചാൽ വലുതുണ്ടല്ലോ, ചെറുതിനെക്കാട്ടി 4 കൂടുതലാണ് പറയുമ്പോൾ ഇത് 1 ആണെങ്കിൽ 1ൻ്റെ കൂടെ 4 കൂട്ടി 5 കിട്ടും. ഇവിടെ 2 ആണെങ്കിൽ 2ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 6 കിട്ടും. ഇവിടെ 10 ആണെങ്കിൽ 10ൻ്റെ കൂടെ 4 കൂട്ടി 14 ആയിരിക്കും അത്. അപ്പോൾ ഇതറിയോ? അറിയില്ല. അപ്പോൾ ഇതിനെന്ത് കൊടുക്കുക? എക്സ് കൊടുക്കുക. എക്സിൻ്റെ കൂടെ 4 കൂട്ടി എന്താ? എക്സ് പ്ലസ് 4. അപ്പോൾ ഇത് എക്സ് പ്ലസ് 4 ആണ്. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. വലിയ വശം ചെറിയ വശത്തേക്കാൾ 4 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ചെറിയ വശം ആരാ? എക്സ് ആണെങ്കിൽ വലിയ വശം ആരാ? എക്സ് പ്ലസ് 4. സിമ്പിളല്ലേ? അപ്പോൾ ചെറിയ വശം എക്സ് എന്ന് വിചാരിച്ചിട്ട് രണ്ടാകൃതി സമവാക്യം ഉണ്ടാക്കണം. അപ്പോൾ രണ്ടാകൃതി സമവാക്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും സാധനം ക്വസ്റ്റ്യനിൽ തരണ്ടേ? തന്നിട്ടുണ്ട്. എന്താണ്? പരപ്പളവ്, ഏരിയ. എന്താണ്? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, ചതുരത്തിൻ്റെ പരപ്പളവ്. എങ്ങനെ ചതുരത്തിൻ്റെ ഏരിയ കാണാം? ഏരിയ അഥവാ പരപ്പളവ് എങ്ങനെ കാണാം? നീളം ഇൻറ്റു വീതി, ലെങ്ത് ഇൻറ്റു വീതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ അല്ലേ? ആരാണ് ലെങ്ത്തും ബ്രെഡ്ത്തും ആരെ അവിടെ നോക്കിക്കേ? എസ്. വീതി എന്ന് പറഞ്ഞാൽ ഞാൻ എക്സ്, ചെറുതിനാണ് ഞാൻ എക്സ് എടുത്തത്. എങ്കിൽ ലെങ്ത്ത് എന്താണ്? എക്സ് പ്ലസ് 4 ആണ്. അപ്പോൾ ഞാൻ തിരിച്ചു മറിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല, യാതൊരു വിഷയമില്ല. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 4, ഇതാണ് നീളം ഇൻറ്റു വീതി. നീളം എക്സ് പ്ലസ് 4 ആണ് ശരിക്ക്, വീതിയാണ് ആര്? എക്സ്. സമം ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 96 ചതുരശ്ര സെൻറ്റിമീറ്റർ, സ്ക്വയർ സെൻറ്റിമീറ്റർ. സോ ദിസ് ഈസ് ഈക്വൽ ടു 96 എന്ന് ഇത്. സംഗതി കഴിഞ്ഞ് ഏകദേശം തീരുമാനമായിരിക്കണം. ഇനി ചെയ്യേണ്ട ചെറിയൊരു പണിയുണ്ട്. ഈ പുറത്ത് കിടക്കുന്ന എക്സിനെ കണ്ട അതിന് ഇൻറ്റു ചെയ്യണം. എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അകത്തുള്ള 2 ആളെ കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ എക്സിനെ എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യണം, എക്സിനെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. എക്സ് ഇൻറ്റു എക്സ് എന്താ? എക്സ് സ്ക്വയർ. എക്സ് ഇൻറ്റു എക്സ് ചില ആൾക്കാർ 2x എന്ന് എഴുതിയേക്കുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക, എക്സ് ഇൻറ്റു എക്സ് എന്താണ്? എക്സ് സ്ക്വയറാണ്. എക്സ് ഇൻറ്റു എക്സ് എന്താണ്? എക്സ് ക്യൂബാണ്. എക്സിന് എക്സിൻ്റെ കൂടെ കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുക? 2x കിട്ടുക. തെറ്റരുത് ഒരിക്കലും. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. ഇനി പ്ലസ് ഇട്ട് കൊടുക്കുക. പ്ലസ് ഇട്ടു. എക്സിനെ 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 4x. ഈ കൂട്ടിൻ്റെ അപ്പുറത്ത് ആരാ? 96. ചെറിയൊരു പണി. എന്താണ്? 96നെ ബാക്ക് കൊണ്ടുവരും. 96നെ ബാക്ക് കൊണ്ടുവരും. എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 96 സമം 0. ഇതാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന രണ്ടാകൃതി സമവാക്യം. ചെറിയതിനെ എക്സ് ആയിരുന്നു എടുത്തിട്ട് രണ്ടാകൃതി സമവാക്യം രൂപീകരിക്കുക. ഇതാണ് സമവാക്യം.
ഇക്വേഷൻ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഓക്കെ അല്ലേ? ഇനി ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്ത് എക്സിൻ്റെ വില കാണണം. എന്താ എക്സിൻ്റെ വില കണ്ടെത്തി എന്താ കിട്ടുക? വീതി കിട്ടും. അതിന് കൂടെ 4 കൂട്ടി എന്ത് കിട്ടും? നീളം കിട്ടും. ചോദ്യം എന്താണ്? ഇതിന് നീളം വീതിയും കാണുക എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഇതിന് നീളം വീതിയും കാണണമെങ്കിൽ എക്സ് കിട്ടണം. എക്സ് കിട്ടിയാൽ പിന്നെ എന്താ ചെയ്താൽ മതി? 4 കൂട്ടിയാൽ മതി, മറ്റേതും കിട്ടും. എക്സ് എങ്ങനെ കണ്ടെത്തും? ഇത് സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് 2 മെത്തേഡ് നമ്മൾ പഠിക്കണം. അതിൽ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് നമുക്ക് സോൾവ് ചെയ്യാം, മെത്തേഡ് യൂസ് ചെയ്യാം. എന്താണ് മെത്തേഡ്? ഈ ഇക്വേഷൻ ഞാൻ എടുക്കുന്നത് x² + 4x = 96 ഞാൻ എടുക്കുന്നത്. എന്തിനാ അങ്ങനെ ചെയ്തറിയോ? ഈ 96 അപ്പുറത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ നേരത്തെ ചെയ്തില്ല, നമ്മൾ പൂർണ്ണവർഗ്ഗമാക്കി മാറ്റി പെർഫെക്റ്റ് സ്ക്വയറാക്കി മാറ്റിയില്ലേ, ആ രൂപത്തിലേക്ക് ഇതിനെ മാറ്റാൻ പറ്റും. എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ കൂടെ ഞാൻ എന്ത് കൂട്ടിയാലാണ് ഇത് എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ ഹോൾ സ്ക്വയറായി മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ എന്ത് കൂട്ടണം? 4ൻ്റെ പകുതി ആരാ? 2. 4ൻ്റെ പകുതി എന്താണ്? 2. 2ൻ്റെ സ്ക്വയർ എന്താ? 4. ഇവിടെ കൂട്ടിയാൽ അവിടെ എന്ത് ചെയ്യും? 4 കൂട്ടും. അങ്ങനെ കൂട്ടുമ്പോൾ ഇതെന്താ വരും? ഈ കാണുന്നത് x² ആയതുകൊണ്ട് എക്സ്, 4 2ൻ്റെ സ്ക്വയർ ആയതുകൊണ്ട് 2, ഇടയിൽ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് x+2 ഹോൾ സ്ക്വയർ. എന്താണ്? x+2 ഹോൾ സ്ക്വയർ. ഈക്വൽട്ടിൻ്റെ അപ്പുറത്ത് എന്താ വരുന്നത്? 96ഉം 4ഉം 96ഉം 4ഉം കൂടി കൂട്ടിയാൽ 100 ഏകദേശം തീരുമാനമായി. ഉത്തരം കിട്ടി. എങ്ങനെ ഉത്തരം കാണുക? സ്ക്വയറിന് ആദ്യം കൊണ്ടുപോവുക, പിന്നെ 2നെ കൊണ്ടുപോവുക. സ്ക്വയറിനെ കൊണ്ടുപോകുമ്പോൾ റൂട്ടാവും, സ്ക്വയറിനെ കൊണ്ടുപോകുമ്പോൾ റൂട്ടാവും. ഇവിടെ ആരുള്ളത്? x+2 = ഈ കിടക്കുന്ന സ്ക്വയറിനെ ആണ്ട് കൊണ്ടുപോകുമ്പോൾ തല തിരിഞ്ഞ് എന്ത് കിട്ടുന്നു? √100. എന്താണ്? എന്താ √100? എന്താണ്? 100ൻ്റെ റൂട്ട് 10 ആണ്. എക്സിൻ്റെ കൂടെ 2 കൂട്ടിയാൽ 10 ആണെങ്കിൽ x+2 = 10 ആണെങ്കിൽ x = എന്താണ്? 10ൻ്റെ ആ സൈഡിൽ ആരെ കൊണ്ടുപോവുക? ഈ +2നെ കൊണ്ടുപോയാൽ 10 - 2. 10ന് 2 വർഷം എത്രടാ? 8. സോ x = 8. ഇനി നോക്കടാ, x എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചതുരത്തിൻ്റെ വീതിയാണ്. നീളം എന്താ? x+4 ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എഴുതി കൊടുക്കേണ്ട പരിപാടി എന്താ അറിയാം? വീതി, ചതുരത്തിൻ്റെ വീതി x ആണ്, ചതുരത്തിൻ്റെ നീളം ആരാണ്? x+4 ആണ്. 4 കൂട്ടിയതാണ്. ഇതിൽ x എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്? 8 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ വീതി ആരാ? 8. യൂണിറ്റ് പറയണം സെൻറ്റിമീറ്റർ. കാരണം എന്താണ്? 4 സെൻറ്റിമീറ്റർ മറ്റേനേക്കാൾ 4 സെൻറ്റിമീറ്റർ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നിട്ടുണ്ട്. അപ്പോൾ സെൻറ്റിമീറ്റർ, സ്ക്വയർ സെൻറ്റിമീറ്റർ, അതേപോലെ സെൻറ്റിമീറ്റർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഇതിന് യൂണിറ്റ് എന്താണ്? സെൻറ്റിമീറ്ററിലാണ് പറയേണ്ടത്. അടുത്തത് എന്താ? x+4 എന്ന് പറയുമ്പോൾ 8+4, 8ഉം 4 കൂടി കൂട്ടി എത്രയാണ്? 12 സെൻറ്റിമീറ്റർ. ഇത്രയുള്ള സംഭവം. ഇതാണ് എക്സാമിന് നിങ്ങൾ ക്വസ്റ്റ്യൻ വരുന്ന രീതി. ഓക്കെ അല്ലേ?